إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ولئن سألتهم من خلق السماوات والأرض ليقولن الله قل الحمد لله بل أكثرهم لا يعلمون സമാദരണീയരായ സത്യവിശ്വാസികൾ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെടും വിധത്തിൽ ജീവിതം ക്രമീകരിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, മുത്തക്കികളിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ പണ്ഡിതൻ ഇമാം അഹമ്മദ് ബിൻ യൂനിസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ നിലപാട് എന്നതുപോലെയുള്ള ഒരു വർത്തമാനമുണ്ട്. ലൗ അന്ന യഹൂദിയുൻ ദബഹ ഷാത്തൻ വദഹബഹ റാഫിദിയുൻ ലഅകൽതു ദബീഹത്തൽ യഹൂദി വലം ആകുലു ദബീഹത്തർ റാഫിദി ലിഅന്നഹു മുർത്തദ്ദുൻ അനിൽ ഇസ്ലാം. ഹിജറ 132കളിൽ കൂഫയിൽ ജീവിച്ചിരുന്ന മഹാനായ പണ്ഡിതനാണ് ഇമാം അഹമ്മദ് ഇബ്നു യൂനിസ്. ഇമാം ബുഖാരിയും മുസ്ലിമും അദ്ദേഹത്തിൽ നിന്ന് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി, അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് ഹദീസുകൾ സ്വീകരിച്ച് അത് റിപ്പോർട്ട് ചെയ്തതായി ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അങ്ങനെയുള്ള ഒരു പണ്ഡിതൻ പറഞ്ഞ വർത്തമാനം ഇതാണ്: ലൗ അന്ന യഹൂദിയുൻ ദബഹ ഷാത്തുൻ, ഒരു ജൂതനായ ഒരു മനുഷ്യൻ ഒരു ആടിനെ അറുക്കുകയും വദബഹ റാഫിലിയുൻ ദബഹ ഷാത്തൻ, അതേപോലെ തന്നെ ഒരു റാഫിലിയായിട്ടുള്ള
ഷിയാക്കളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകളാണ് റാഫിളി എന്ന് പറയുന്നത്. അങ്ങനെ റാഫിളി ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഒരു ആടിനെ അറുക്കുകയും ചെയ്താൽ ല അകൽത്തു ദബീഹത്തൽ യഹൂദി, ആ ജൂതൻ അറുത്ത് പാകമാക്കിയ ഭക്ഷണം ഞാൻ കഴിക്കും. വലം ആക്കുൽ ദബീഹത്ത റാഫിളി, എന്നാൽ റാഫിളി ആയിട്ടുള്ള ആ മനുഷ്യൻ അറുത്തത് ഞാൻ കഴിക്കുകയില്ല എന്ന് അദ്ദേഹം പറയണം. എന്നിട്ട് അദ്ദേഹം അതിന് കാരണം പറഞ്ഞതിൽ അന്നഹു മുർത്തദ്ദുൻ അനിൽ ഇസ്ലാം, അവൻ ഇസ്ലാമിൽ നിന്ന് മുർത്തദ്ദായി പോയ ആളാണ് എന്നുള്ളത് കൊണ്ടാണ്, അഥവാ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവനാണ് അവൻ എന്ന് കാരണം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് കഴിക്കില്ല എന്ന് പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടും കൃത്യമായ ഒരു വീക്ഷണവുമായിക്കൊണ്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത്. നമ്മൾ ആലോചിക്കേണ്ടുന്നത്, എന്തുകൊണ്ടാണ് ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു പണ്ഡിതൻ ഇത്രയും കർശനമായ ഒരു നിലപാട് ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളോട് സ്വീകരിച്ചത് എന്ന ആലോചന നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവണം. അവിടെയാണ് എന്താണ് റാഫിലിയ എന്നും എന്താണ് ഷിയാക്കൾ എന്നും ഷീഇസം എന്താണ് എന്നുമൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ യമനിലെ ജൂത കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ് അബ്ദുല്ലാഹിബ്നു സബ എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹം അക്കാലം അത്രയും മുസ്ലിങ്ങൾക്ക് പരിചിതമല്ലാത്ത കുറേയേറെ നൂതനമായ പുതിയ ആശയങ്ങളുമായിക്കൊണ്ട് മുന്നോട്ട് വരികയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമ തിരിച്ചു വരുന്നത് പോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മരണപ്പെട്ടിട്ടില്ല, അള്ളാഹുവിങ്കലേക്ക് ഉയർത്തപ്പെട്ടതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും തിരിച്ചു വരും എന്ന ഒരു വാദം അദ്ദേഹം ജനങ്ങളെ പഠിപ്പിച്ചു. മാത്രമല്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണത്തിന് കീഴിൽ മുസ്ലിങ്ങൾ അസംതൃപ്തരാണ് എന്ന് അദ്ദേഹം കൂഫയിലെയും ബസറയിലെയും ഈജിപ്തിലെയും ഒക്കെയുള്ള ജനങ്ങളെ വ്യാപകമായി തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹം കത്തുകൾ അയക്കുകയും അതോടൊപ്പം തന്നെ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേരിൽ പോലും അദ്ദേഹം എന്തു ചെയ്തു? ഈ പറയും വിധത്തിൽ തെറ്റിദ്ധാരണകൾ പരത്തുന്നതിന് വേണ്ടിയുള്ള കത്തുകൾ പ്രചരിപ്പിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ ആ തെറ്റിദ്ധാരണകൾക്ക് വശംവദരായ ഒരു വിഭാഗം ആളുകളെയും കൂട്ടി കൂഫയിലെയും ബസറയിലെയും ഈജിപ്തിലെയും ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു വിഭാഗം ആളുകളെയും കൂട്ടി ഒരു ഹജ്ജിൻ്റെ സമയത്ത് അദ്ദേഹം മദീനയിലേക്ക് വരികയും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പള്ളിയിൽ ബന്ധനസ്ഥനാക്കുകയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്യപ്പെടുകയും അല്ലെങ്കിൽ കൊല ചെയ്തു കളയുകയും ചെയ്തതായി നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. അതേ ആളുകൾ തന്നെയാണ് ഒരു വേള ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ക്ഷണിച്ച് കർബലയിലേക്ക് കൊണ്ടുവരികയും എല്ലാവിധത്തിലുള്ള സഹായവും സംരക്ഷണവും വാഗ്ദത്തം ചെയ്തതിന് ശേഷം അദ്ദേഹം കർബലയിലെത്തുന്ന സമയത്ത് അദ്ദേഹത്തിന് നൽകിയ വാഗ്ദത്തങ്ങൾ, സംരക്ഷണ ഉത്തരവാദിത്വം പിൻവലിച്ച് അദ്ദേഹത്തെ കൊല ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചതുപോലും ഇസ്ലാമിൻ്റെ യഥാർത്ഥ ചരിത്രം പരിശോധിക്കുമ്പോൾ ഷിയാക്കളുടെ പങ്ക് നമുക്കവിടെ കൃത്യമായി വായിച്ചെടുക്കാൻ കഴിയും. നോക്കൂ നിങ്ങൾ, ഒരു ഖലീഫയെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു ഖലീഫയെ അദ്ദേഹം മദീനയിലെ പള്ളിയിലായിരിക്കുന്ന സമയത്ത്, അദ്ദേഹം ആരാധനാ കർമ്മങ്ങളിലായിരിക്കുന്ന സമയത്ത്, അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ അള്ളാഹുവിൻ്റെ കലാം ഉണ്ടായിരിക്കുന്ന സമയത്ത്, ആ വചനങ്ങൾ അദ്ദേഹം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ അധികം ആളുകൾ, എല്ലാവരും മുസ്ലിങ്ങളാണ്, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ആ പള്ളിയുടെ മതിൽ തകർത്ത് അവിടേക്ക് കടന്നു കയറുകയും ഒരു ഖലീഫയെ നിഷ്കരുണമായി കൊന്നുകളയുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ അങ്ങനെ ആ ജനതയെ തെറ്റിദ്ധരിപ്പിക്കും വിധത്തിൽ എത്ര ക്രൂരമായ
അസത്യത്തിൻ്റെ വിത്താണ് ആ മനുഷ്യൻ പാകിയത് എന്ന് നമ്മൾ കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. അവിടെയാണ് നമ്മൾ എന്താണ് ഷീഇസം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കേണ്ടുന്നത്. ഷിയഅത്തു അലി, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പക്ഷം എന്ന പേരിലാണ് ഷിയാക്കൾ ലോകത്ത് അറിയപ്പെടുന്നത്. ഇവർ ആദ്യം ഉന്നയിച്ചത് അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയാണ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയാണ്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഖലീഫയാകേണ്ടിയിരുന്നത് അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു. പ്രവാചകൻ വസിയത്ത് നൽകിയിരുന്നു അലിയാണ് അടുത്ത ഖലീഫയാകേണ്ടത് എന്ന്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ അവർ വിളിച്ചു പറഞ്ഞു. എന്നാൽ ഖലീഫയായി തീർന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവും എല്ലാം അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ആ ഖിലാഫത്ത് തട്ടിയെടുത്തതാണ് എന്നും അതിന് കുതന്ത്രം മെനഞ്ഞ ആളുകളാണ് എന്നും വരെ അവർ പറഞ്ഞു വരുത്തി. മാത്രമല്ല, അവർ ഈ പക്ഷം ചേർന്ന ആളുകളെ പറഞ്ഞു ധരിപ്പിച്ചത് ഇന്നും ഷിയാക്കൾ വിശ്വസിച്ചു പോരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അബൂബക്കർ സിദ്ദീഖ്, ഉമർ ബിൻ ഖത്താബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹും, ആയിഷ റളിയല്ലാഹു അൻഹ, പ്രവാചക പത്നിമാരായ ആയിഷ റളിയല്ലാഹു അൻഹയും ഹഫ്സ റളിയല്ലാഹു അൻഹ, ഇവരുടെ എല്ലാം പേര് കേൾക്കുന്ന സമയത്ത് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ആളുകൾ കാഫിറുകളും മുർത്തദ്ദുകളും സിദ്ദീഖുകളുമാണ് എന്നാണ്. എവിടം വരെ പോയി എന്ന് ചോദിച്ചാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നോക്കൂ നിങ്ങൾ, ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് പറയുന്ന സമയത്ത് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നവൻ കാഫിറാണ് എന്ന്, അല്ലെങ്കിൽ അവൻ സിദ്ദീഖാണ് എന്ന്, മുൽഹിദാണ് എന്ന്, നിരീശ്വരവാദിയാണ് എന്ന് അവർ പറഞ്ഞു വരുത്തി. പ്രവാചക പത്നിമാരുടെ പേരുകൾ പറയുന്ന സമയത്ത് പോലും അവരെക്കുറിച്ച് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ അവർ മുൽഹിദുകളാണ് എന്ന് പറഞ്ഞു. എന്നാൽ വിശുദ്ധ ഖുർആൻ ഇവരെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്നറിയോ? 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 100-ാമത്തെ വചനം, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ റളിയല്ലാഹു അൻഹും. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളിൽ നിന്നും അൻസാറുകളിൽ നിന്നും ആദ്യമായി ഈ മതം പിൻപറ്റി ഈ ആശയം ഉൾക്കൊണ്ട് ഹിജറ ചെയ്തു വന്നിട്ടുള്ളവരായ ആളുകൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സഹായമൊരുക്കിയിട്ടുള്ള ആളുകൾ എല്ലാവരും, അതോടൊപ്പം തന്നെ വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ, നന്മയിൽ ഇവരെ പിന്തുടരുകയും ചെയ്തവരായിട്ടുള്ള ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം റളിയല്ലാഹു അൻഹും, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ഒരു വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നവർ കാഫിറാണ് എന്ന് ഈ വിഭാഗം ആളുകൾ പറഞ്ഞു വരുത്തി. അപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയാണ് എന്ന് പറഞ്ഞു തുടങ്ങിയ ആളുകൾ പിന്നീട് പറഞ്ഞത് അലി വസിയല്ല, യഥാർത്ഥത്തിൽ നുബൂവത്ത് ലഭിക്കേണ്ടിയിരുന്നത് അലി റളിയല്ലാഹു അൻഹുവിനാണ് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നുബൂവത്ത് തട്ടിയെടുത്തതാണ് എന്ന് ഈ ആളുകൾ വാദിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു വാദം അവർക്ക് ഉണ്ടായി. പിന്നീട് അവർ പറഞ്ഞത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് ദിവ്യത്വം വാദിച്ചുകൊണ്ടാണ് ഈ വിഭാഗം ആളുകൾ പിന്നീട് കടന്നു വരുന്നത്. അവരെ അലി റളിയല്ലാഹു അൻഹു കൃത്യമായി കൈകാര്യം ചെയ്തു. ആ ആളുകളെ ഇങ്ങനെ ഈ ദിവ്യത്വം ബാധിച്ച, അലി റളിയല്ലാഹു അൻഹുവിന് ദിവ്യത്വമുണ്ട് എന്ന് പറഞ്ഞ ചില ആളുകളെ പിടിച്ചു കൊണ്ടുവന്നുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു തീ ഉപയോഗിച്ച് തീയിൽ ഇട്ട് ചുട്ടുകരിച്ച് അവരെ കൊന്നുകളഞ്ഞു. ഇത് കണ്ടപ്പോൾ ബാക്കിയുള്ള ആളുകൾ ഒന്നുകൂടി ഉറപ്പിച്ചു പറഞ്ഞു, തീ കൊണ്ട് ശിക്ഷിക്കാൻ കഴിവുള്ളവൻ, അതിന് അർഹതയുള്ളവൻ അള്ളാഹു മാത്രമാണ്, അതുകൊണ്ട് അലി അള്ളയാണ് എന്ന് പറഞ്ഞു. ഇതെവിടെ തുടങ്ങിയതാണ് എന്ന് നമ്മൾ ആലോചിക്കണം. അലി വസിയാണ് എന്ന് പറഞ്ഞു തുടങ്ങിയത്, പിന്നീട് അലിയായിരുന്നു പ്രവാചകൻ ആകേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞു തുടങ്ങിയവർ അവസാനം എത്തിയപ്പോഴേക്ക് അലിയാണ് അള്ളാഹ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ആ വിഭാഗം ആളുകൾ പോയി എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് അബ്ദുല്ലാഹി ഇബ്നു സബ എന്ന് പറയുന്ന ആൾ തുടങ്ങി വെച്ച ഈ ഒരു പ്രവർത്തനം, അയാളുടെ അസിൽ നമ്മൾ പഠിക്കുമ്പോൾ അയാൾ ഒരു ജൂതനാണ്. ഏത് കാലഘട്ടത്തിലും ആദർശത്തെ ആദർശം കൊണ്ട് തകർക്കാൻ കഴിയാത്ത, അവിടെ രണ്ട് തരത്തിലുണ്ട്. ഇസ്ലാമിനെ ആദർശം കൊണ്ട് തകർക്കാൻ കഴിയില്ല എന്നുള്ളതിനപ്പുറത്തേക്ക് അപ്പോഴേക്ക് ഇസ്ലാമിക രാഷ്ട്രം വലിയ ഒരു വിധാനത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ആയുധം കൊണ്ട് അല്ലെങ്കിൽ സംഘട്ടനത്തിലൂടെ അതിനെ തകർക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിയ ആളുകൾ മുസ്ലിമുകളായി
അതിലേക്ക് രംഗപ്രവേശനം ചെയ്തിട്ട് ഇസ്ലാമിൻ്റെ ആദർശത്തിൽ വെള്ളം ചേർത്ത് ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങളാണ്. രാഷ്ട്രീയപരമായി അതിൻ്റെ കുറേയേറെ വിശദീകരണങ്ങളുണ്ട്, അവിടേക്ക് പോകുന്നില്ല നമ്മൾ, സമയം അതിനെ അനുവദിക്കുകയുമില്ല. എന്നാൽ ആദർശത്തിൽ വെള്ളം ചേർത്ത് ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യാനുള്ള ജൂതൻ്റെ ശ്രമമാണ് നമുക്ക് ഷിയാക്കളുടെ ചരിത്രം പഠിക്കുമ്പോൾ ഈ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇത്രയും പറഞ്ഞു വെച്ചത് സമാനമെന്ന് തോന്നുന്ന ചില സംഭവങ്ങൾ നമ്മുടെ നാടുകളിൽ നടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇത്രയും കാര്യങ്ങൾ ഷിയായിസവുമായി അബ്ദുല്ലാഹിബ്നു സബവുമായി പറഞ്ഞു വെക്കാനുള്ള കാരണം നമ്മുടെ നാടുകളിലും സമാനമായ ചിലത് 928 മുതൽ 991 വരെ ഉള്ള കാലയളവിൽ കോഴിക്കോട് ജില്ലയിലെ മടവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന ചിറ്റടിമീത്തൽ മുഹമ്മദ് അബൂബക്കർ എന്ന് പറയുന്ന വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞപ്പോഴേക്ക് അദ്ദേഹം വലിയാണ് എന്ന വിധത്തിലുള്ള വ്യാഖ്യാനങ്ങളുമായി പ്രചരണങ്ങളുമായി ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ആദ്യം പറഞ്ഞത് അദ്ദേഹം വലിയാണ് എന്നാണ്, അള്ളാഹുവിൻ്റെ ഔലിയാണ്, രോഗം മാറ്റുന്നതിനുള്ള കഴിവുണ്ട്, സന്താനലബ്ധി ഇല്ലാത്ത ആളുകൾക്ക് സന്താനലബ്ധി ഉണ്ടാക്കി കൊടുക്കാൻ കഴിവുള്ള ആളാണ് എന്ന രൂപത്തിൽ. അപ്പോൾ രോഗം ശമിപ്പിക്കാനും സന്താനങ്ങളില്ലാത്ത ആളുകൾ അവർക്ക് സന്താനലബ്ധി ഉണ്ടാകുന്നതിന് വേണ്ടിയും ഈ വലിയ എന്ന് പറയപ്പെടുന്ന ആളുടെ ഖബറിൻ്റെ അടുക്കലേക്ക് ചെന്നു തുടങ്ങി. എന്നാൽ ഈ പോയ ആളുകളെല്ലാവരും വലിയാണ് എന്ന് പറഞ്ഞ ആളും അല്ലെങ്കിൽ വലിയാണ് എന്ന് പ്രചരിപ്പിച്ച ആൾക്കാരും വലിയാണ് എന്ന് തെറ്റിദ്ധരിച്ച് അവിടേക്ക് ചെന്ന ആളുകളും മുസ്ലിങ്ങളാണ്. വിശുദ്ധ ഖുർആൻ ഒരു ആവർത്തി അവരൊന്ന് വായിച്ചിരുന്നുവെങ്കിൽ, ഒന്ന് മറിച്ചു നോക്കിയിരുന്നുവെങ്കിൽ 26-ാം അധ്യായം സൂറത്ത് ശുഅറയിലെ 80-ാമത്തെ വചനം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ കൃത്യമായി ഇബ്രാഹിം നബി പറയുന്ന ഒരു വർത്തമാനമുണ്ട്. ഫഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, ഫഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ. എൻ്റെ റബ്ബിൻ്റെ പ്രത്യേകത, ഞാൻ വിശ്വസിക്കുന്ന അള്ളാഹുവിൻ്റെ പ്രത്യേകത, എനിക്ക് രോഗം ബാധിച്ചു കഴിഞ്ഞാൽ, ഞാൻ രോഗിയായി കഴിഞ്ഞാൽ എന്നെ സുഖപ്പെടുത്താൻ, എനിക്ക് ശമനം നൽകാൻ, എൻ്റെ രോഗം നീക്കം ചെയ്യാൻ, എൻ്റെ ആരോഗ്യം തിരിച്ചു തരാൻ കഴിവുള്ളവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം വിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്ന, അള്ളാഹുവിൻ്റെ പ്രവാചകനെ അംഗീകരിക്കുന്ന ഒരു മുസ്ലിം ഇത് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും ഈ രൂപത്തിലുള്ള സങ്കേതങ്ങൾ തേടി പോവില്ലായിരുന്നു. എന്നാൽ വലിയാണ് എന്ന് പറഞ്ഞു തുടങ്ങിയത് പിന്നീട് നമ്മൾ പറഞ്ഞു കേട്ടത് ആകാശത്തു കൂടി പറക്കുന്ന വിമാനങ്ങളെ പോലും നിയന്ത്രിക്കാൻ കഴിയുന്ന ആളാണ് CM മടവൂർ എന്നാണ്. ഇനഅഊദുബില്ലാ പറഞ്ഞ് രണ്ടാം ഘട്ടമായപ്പോഴേക്ക് ആകാശത്തിലൂടെ പറക്കുന്ന വിമാനങ്ങളെ നിയന്ത്രിക്കാൻ, ഏത് പ്രതികൂല സാഹചര്യത്തിലും അതിലുള്ള ആളുകൾക്ക് ആവശ്യമായ എയർപോർട്ടുകളിൽ ഇറക്കാൻ കഴിവുള്ളവനാണ്. മരിച്ച് മൺമറഞ്ഞു പോയ ആളെക്കുറിച്ചാണ് പറയണത്. മറ്റേത് അലി ജീവിച്ചിരിക്കുന്ന സമയത്താണ് റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന സമയത്താണ് ഷിയാക്കൾ ഈ വാദങ്ങളെല്ലാം ഉന്നയിച്ചത്. അലി അള്ളയാണ് എന്ന് പറഞ്ഞത് പോലും അലി റളിയല്ലാഹു അൻഹു നേർക്ക് നേരെ ഖലീഫയായി അവിടെ ജീവിച്ചിരിക്കുന്ന സമയത്താണ്. എന്നാൽ മരണപ്പെട്ടു പോയ ആളെക്കുറിച്ച് രണ്ടാം ഘട്ടത്തിൽ പറഞ്ഞു വെച്ചത് അദ്ദേഹത്തിന് വിമാനം നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. അതും കഴിഞ്ഞപ്പോൾ കേൾക്കാൻ തുടങ്ങിയത് മുദബ്ബിറുൽ ആലമാണ് എന്നാണ്. ലോകത്തെ നിയന്ത്രിക്കുന്നവൻ ആണ് CM മടവൂർ എന്നുവരെ പറഞ്ഞു വെച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് അറിയാം, പറഞ്ഞോട്ടെ, എന്തും പറയാലോ. പക്ഷേ വിശുദ്ധ ഖുർആൻ എവിടെ നിൽക്കുന്നു, അത് കൃത്യമായി എന്താണ് ഖുർആൻ പറയുന്നത് എന്ന് ഒന്ന് പഠിച്ചതിന് ശേഷം പറയണ്ടേ. മുശ്രിക്കുകൾക്ക് പോലും ഇല്ലാത്ത വിശ്വാസം പ്രചരിപ്പിക്കുമ്പോൾ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിശുദ്ധ ഖുർആനുമായി പ്രബോധനത്തിൽ അഭിമുഖീകരിച്ച മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾക്ക് പോലും ഇല്ലാത്ത വിശ്വാസമാണ് ഇന്ന് മുസ്ലിങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് എന്ന് നമ്മളെങ്കിലും കൃത്യമായി മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിലെ 10-ാം അധ്യായം സൂറ യൂനിസിലെ 31-ാമത്തെ വചനം ആദ്യം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച്, സംവിധാനത്തെക്കുറിച്ച് എല്ലാം കൃത്യമായി പറഞ്ഞതിന് ശേഷം അതിനിടയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വമൻ യുദബ്ബിറുൽ അംറ, പ്രവാചകരെ അങ്ങ് ഈ മുശ്രിക്കുകളായിട്ടുള്ള മക്കയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഖുറൈശികളായിട്ടുള്ള ആളുകളോടൊന്ന് ചോദിക്ക്. വമൻ യുദബ്ബിറുൽ അംർ,
മുദബ്ബിറുൽ ആലം അല്ലെങ്കിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ ആരാണ് എന്ന് അവരോടൊന്ന് ചോദിക്ക്, അവരുടെ മറുപടി കേൾക്കാലോ. ഫസയഖൂലൂനല്ലാ, അവർ പോലും പറയും ആരാണ് എന്ന്, അള്ളാഹുവാണ് എന്ന്. അവർ പോലും എന്ത് പറയും? അള്ളാഹുവാണ് എന്ന് പറയും. എന്നാൽ പ്രവാചകരെ അവരോട് പറ, ഫഖുൽ അഫലാ തത്തഖൂൻ, അല്ല ഇതൊക്കെ ബോധ്യമുള്ള നിങ്ങൾ എന്താണ് സൂക്ഷ്മത പാലിക്കാത്തത് എന്ന് അന്നത്തെ മുശ്രിക്കുകളോട് ചോദിക്കാൻ വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, അതൊരു രണ്ടാമത്തെ സ്റ്റേജ് ആയപ്പോഴത്തേക്കിന് ഈ ഒരു അവസ്ഥയിലേക്കാണ് എത്തിയത്. എന്നാൽ മൂന്നാം ഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് എന്താണെന്നറിയോ? CM ഒരു പടച്ചവനാണെന്നാണ് പറഞ്ഞ് നമ്മൾ ആ പറഞ്ഞു വന്ന വഴിയും അതിന് സ്വീകരിച്ച ശൈലിയും ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഇസ്ലാമിക ചരിത്രത്തിലെ ആ ആദർശത്തിൽ വെള്ളം കലർത്തിയ ആളുകളുടെ ശൈലിയും സ്ട്രാറ്റജിയും എന്തായിരുന്നു എന്ന് നമ്മൾ കൃത്യമായി ഒന്ന് ചേർത്ത് വെച്ച് വായിക്കുമ്പോഴാണ് ഇത് ബോധ്യമാകുക. പിന്നീട് പറഞ്ഞത് CM മടവൂർ എന്ന് പറയുന്നത് പടച്ചവൻ ആണ് എന്നാണ്. പടച്ചവൻ എന്ന് മലയാളത്തിൽ പറയുമ്പോൾ അപ്പോൾ അങ്ങനെയുള്ള പാട്ടുകൾ രചിക്കുക. CM മടവൂർ പടച്ചവനാണ് എന്ന് പാട്ടുകൾ രചിക്കുക, അത് കുട്ടികളെ കൊണ്ട് പാടിക്കുക, അതൊരു ആദർശമായി ഒരു വിശ്വാസമായി ഒരു ജനപദത്തിലേക്ക് കൊണ്ടെത്തിക്കുക, അതിൻ്റെ അനുയായികളായി കുറേ ആളുകളെ വളർത്തിയെടുക്കുക. എന്നാൽ പടച്ചവൻ എന്ന് പറയുന്നതിന് അറബിയിൽ കൊടുക്കാൻ പറ്റുന്ന വാക്കെന്താ? ഖാലിഖ് എന്നുള്ളതാണ്. സൃഷ്ടാവ്, പടച്ചവൻ, പടപ്പ് നടത്തുന്നവനാരോ അവനാണല്ലോ പടച്ചവൻ. ഖാലിഖ് എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ നിങ്ങൾ ചോദിക്ക്, മക്കയിലുള്ള മുശ്രിക്കുകളോട് നിങ്ങൾ ചോദിക്ക് പ്രവാചകരെ എന്ന് വിശുദ്ധ ഖുർആൻ പ്രവാചകനോട് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. വിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായം സൂറ ലുഖ്മാനിലെ 25-ാമത്തെ വചനം, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള. പ്രവാചകരെ അവരോട് ചോദിക്ക്. ഈ അവരാരാണെന്നറിയോ? മക്കയിലെ മുശ്രിക്കുകളാണ്. ബിംബാരാധകരായ, കഅബയിൽ ലാത്തയെയും ഉസ്സയെയും വെച്ച് പൂജിച്ചിരുന്ന, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനുള്ള മാർഗങ്ങളാണ് ഇവർ എന്ന് വിശ്വസിച്ച് പോന്നിരുന്ന ആളുകളോട്, അവരാണല്ലോ മുശ്രിക്കുകൾ എന്ന് പറയാം. അവരോട് ചോദിക്കും പ്രവാചകരെ, മൻ ഖലഖസ് സമാവാതി വൽ അർള്, ആകാശവും ഭൂമിയും പടച്ചവനാരാണ്? സൃഷ്ടിച്ചവനാര് എന്ന് പറയുമ്പോഴാണ് നമുക്ക് ആ വാക്കിൽ ഒരു ആശയക്കുഴപ്പമുണ്ടാകാം. വേണ്ട, പടച്ചവൻ ആരാണ്? ലയഖൂലുന്നല്ല, അവർ പറയും അള്ളാഹുവാണ് എന്ന്. ആര് പറയും? മുശ്രിക്കുകളായിട്ടുള്ള മക്കയിലെ മുശ്രിക്കുകൾ പോലും പറയും അള്ളാഹുവാണ് എന്ന്. എന്നാൽ പറ അവരോട്, കുലിൽ ഹംദുലില്ലാ ബൽ അക്സറുഹും ലാ യഅലമൂൻ, എന്നാൽ അവരോട് അൽഹംദുലില്ലാ എന്ന് പറയാൻ പറ. പക്ഷെ അത് പറയാൻ അവർ തയ്യാറല്ല എന്നുള്ളതാണ് അവരുടെ വിശ്വാസവുമായി തട്ടിച്ചു നോക്കുമ്പോഴുള്ള വ്യത്യാസം എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ നമ്മുടെ ജനപദം എവിടെ എത്തി? CM മടവൂർ പടച്ചവനാണ് എന്ന് പറയുന്നിടത്തേക്ക് എത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ഹിജറ ചെയ്ത് മദീനയിലേക്ക് വന്ന സമയത്ത് പ്രവാചകന്റെ അടുത്ത് ചില കുട്ടികൾ വന്നുകൊണ്ട് പാട്ട് പാടുന്നൊരു സന്ദർഭമുണ്ട്. അവർ പാടിയത് ഇതാണ്, ഫീനാ നബിയുൻ യഅലമു മാ ഫി ഗദി, നാളെക്കുറിച്ച് അറിയുന്ന അഥവാ ഗൈബായ ഒരു കാര്യം അറിയുന്ന ഒരു പ്രവാചകൻ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് കുട്ടികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നുകൊണ്ട് പാട്ടുപാടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ വിളിച്ച് കർശനമായി അത് തിരുത്തുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. അങ്ങനല്ല, എനിക്ക് നാളെക്കുറിച്ച് അറിയില്ല എന്ന് പറയുന്നത് വഹിയുള്ള ഒരു പ്രവാചകനാണ്. പക്ഷേ ഇന്ന് പലരും പറയുന്നത് അതൊന്നുമല്ല. ഔലിയാക്കളായിട്ടുള്ള പലർക്കും അതിൽ മരിച്ചുപോയി മണ്ണടിഞ്ഞു പോയ ആളുകൾക്ക് പോലും ഇതിനെല്ലാം കഴിയും എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ രൂപത്തിലുള്ള വിശ്വാസങ്ങൾ നമുക്കിടയിൽ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്തു നിലപാട് സ്വീകരിക്കണം എന്ന്, ഇത്തരം വിശ്വാസങ്ങളിൽ നമ്മൾ അകപ്പെട്ടു പോവുകയാണ് എങ്കിൽ നമുക്ക് നാളെ വരാനിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറ അൽ ബഖറയിലെ 165 മുതൽ തുടങ്ങുന്ന വചനങ്ങളിൽ വിശദീകരിക്കുന്നതായി കാണുവാൻ സാധിക്കും. വമിനന്നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ, ജനങ്ങളിൽ ചിലരുണ്ട്, വമിനന്നാസ് ജനങ്ങളിൽ ചിലരുണ്ട്, മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ, അള്ളാഹുവിന് പുറമെ സമന്മാരെ സ്വീകരിക്കുന്നവരായ, അള്ളാഹുവിന് പകരക്കാരെ സ്വീകരിക്കുന്നവരായ ചില ആളുകളുണ്ട്.
വയുഹിബ്ബൂനഹും കഹുബ്ബില്ല, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ, അള്ളാഹുവിനോട് ഇഷ്ടം വെക്കുന്നത് പോലെ ഇത്തരം ആളുകളെയും ഇഷ്ടപ്പെടുന്ന, അവരോട് ഇഷ്ടം വെക്കുന്ന ആളുകളുണ്ട്. എന്നാൽ വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാ, തിരിച്ചറിയണം കേട്ടോ, വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും പ്രിയപ്പെട്ടവൻ എന്നും അവൻ്റെ അള്ളാഹുവായിരിക്കും, റബ്ബായിരിക്കും. വലൗ യറല്ലദീന വലമു ഇദ് യറൗനൽ അദാബ ഇന്നല്ലാഹ അൽ ഖുവത ലില്ലാഹി ജമിയ. അതോടൊപ്പം തന്നെ ഈ ളുൽമു പ്രവർത്തിച്ച ആളുകൾ, അവിടെ വിശുദ്ധ ഖുർആൻ ഈ കാര്യങ്ങൾ സ്വീകരിച്ച ആളുകളെ പരിചയപ്പെടുത്തുന്ന വാക്ക് ളാലിം എന്നാണ്, അക്രമികളായ ആളുകൾ എന്നാണ്. അപ്പോൾ അള്ളാഹുവിന് സമന്മാരെ സ്വീകരിക്കുന്ന, പകരക്കാരെ സ്വീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ളാലിമുകളാണ്. അങ്ങനെയുള്ള ളാലിമുകൾ ഒന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ എല്ലാ കഴിവും അള്ളാഹുവിനാണ് എന്നും വരാനിരിക്കുന്ന ശിക്ഷ, അവർ അനുഭവിക്കേണ്ടുന്ന ശിക്ഷയെക്കുറിച്ചും അവർ ഒന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ. എന്നിട്ട് തുടർന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഇത് തബറ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ, ഒരു സമയം വരാനുണ്ട്, പരലോകത്ത് ഇവർക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അതെന്താണെന്നറിയോ? ഇത് തബറ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ, അതുവരെയും തങ്ങളെ പിൻപറ്റിയിരുന്ന ആളുകളെ, ഈ പിൻപറ്റപ്പെട്ട ആളുകൾ ഒഴിവാക്കുന്ന, അവരെ അറിയില്ല എന്ന് പറയുന്ന, ഞങ്ങൾ ഇവരോട് പിൻപറ്റാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ഒരു അവസരം വരാനുണ്ട്. വറഔ അൽ അദാബ, ആ സമയത്ത് അവർക്ക് ശിക്ഷയെ നേരിൽ കാണേണ്ടി വരും. വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്, അതുവരെയും അവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ബന്ധങ്ങളെല്ലാം മുറിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ അവർക്ക് വരാനുണ്ട്. അഥവാ ഇന്ന് എന്നെ നാളെ സഹായിക്കുമെന്ന് കരുതി, എൻ്റെ രോഗം മാറ്റിത്തരും എന്ന് കരുതി, പടച്ചവനാണ് എന്ന് വിശ്വസിച്ച് അവർക്ക് വേണ്ടി അവരോട് പ്രാർത്ഥിക്കുകയോ അവരെ ആ രൂപത്തിൽ മനസ്സിൽ പ്രതിഷ്ഠിക്കുകയോ ചെയ്തതിന് ശേഷം മരണപ്പെട്ടു പോകുന്ന ആളുകൾ നാളെ പരലോകത്ത് ചെല്ലുന്ന സമയത്ത് നിങ്ങൾ വിളിച്ചു തേടിയവരെല്ലാം നിങ്ങളെ ഒഴിവാക്കി പോകുന്ന ഒരു സമയം വരും. ആ സമയത്ത് വിളിച്ചു ചോദിച്ച ആളുകൾ പറയും, വഖാലല്ലദീന തബഉ ലൗ അന്ന ലനാ കറത്തൻ ഫനതബറഉ മിൻഹും കമാ തബറഉ മിന്നാ. അതുവരെയും ഇവർ സഹായിക്കുമെന്ന് വിചാരിച്ച് പരലോകത്ത് എത്തിയ ആളുകൾ പറയുമത്രേ, ഞങ്ങൾക്കൊരു മടക്കമുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ പരലോകത്ത് വെച്ച് ഞങ്ങളെ ഇവർ ഉപേക്ഷിച്ചതുപോലെ ഇഹലോകത്ത് ഞങ്ങൾ ഉപേക്ഷിച്ചേനെ എന്ന് വിലപിക്കുന്ന ഒരു അവസ്ഥ അവർക്ക് ഉണ്ടാകും. എന്നിട്ട് വിശുദ്ധ ഖുർആൻ തുടർന്ന് പറഞ്ഞത്, അവർക്ക് നരകത്തിൽ നിന്ന് ഒരു മോചനം ലഭിക്കുകയില്ല എന്നാണ്, അവരുടെ സങ്കേതം നരകമായിരിക്കും എന്നാണ്. അപ്പോൾ ഖുർആൻ വളരെ കൃത്യമായി ഇത്തരം വിശ്വാസമുള്ള ആളുകൾ ഉണ്ടാകുമെന്നും ആ വിശ്വാസമുള്ള ആളുകൾ നാളെ പരലോകത്ത് നേരിടേണ്ടി വരുന്ന അവസ്ഥയെക്കുറിച്ചും കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാക്കി അള്ളാഹുവിന് സമൻ ആയി, അള്ളാഹുവിന് പകരക്കാരനായി വേറൊരു പടച്ചോൻ ഇല്ല എന്ന ബോധ്യം വിശ്വാസികൾക്ക് ഉണ്ടാവണം. അങ്ങനെ ഒരു ചിന്ത വന്നു പോയാൽ നാളെ പരലോകത്ത് നേരിടേണ്ടി വരുന്ന അദാബിനെ കുറിച്ച് നമ്മൾ ഇപ്പോഴേ ബോധ്യവാന്മാരാവുകയും വേണം. നമ്മൾ തിരിച്ചറിയേണ്ടുന്നത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിനെ എക്കാലത്തും അതിൻ്റെ ആദർശ തനിമയെ ചോദ്യം ചെയ്യാൻ കഴിയാത്ത, അതിൻ്റെ ആദർശത്തെ മറ്റൊരു ആദർശം കൊണ്ട് നേരിടാൻ സാധിക്കാത്ത ആളുകൾ എല്ലാ കാലത്തും ശ്രമിക്കുന്നത് മുസ്ലിം നാമധാരികളായ ആളുകളിലൂടെ ഈ ആദർശത്തിലേക്ക് വെള്ളം ചേർക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതാണ് എന്ന് ഇതിന് ശ്രമിക്കുന്ന ആളുകളും തിരിച്ചറിയേണ്ടുന്നത്. തെറ്റിദ്ധാരണയിലൂടെയാണ് നിങ്ങൾ ഈ അപകടത്തിലേക്ക് ചെന്നുപെട്ടത് എങ്കിൽ വിശുദ്ധ ഖുർആൻ പഠിച്ചു മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് തിരിച്ചു പോകണം. അല്ലെങ്കിൽ അതിനെ പിന്തുടരുന്ന അവസ്ഥ വിശ്വാസികൾക്ക് ഉണ്ടാവരുത്. അത് വലിയ അപകടത്തിലേക്ക്, ഇസ്ലാമിനെ തന്നെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങളാണ് എന്ന ബോധ്യം വിശ്വാസികൾക്കുണ്ടാവണം. സത്യം സത്യമായി മനസ്സിലാക്കി സത്യത്തിൻ്റെ വക്താക്കളാവുവാൻ, അതിൻ്റെ പ്രചാരകരാവുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ആരാധന കർമ്മമാണ് ഹജ്ജ്
എന്ന് പറയുന്നത്. ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിൻ്റെ വല്ലാത്ത ഒരു ആഗ്രഹവും തേട്ടവുമാണ് ആ പുണ്യഗേഹത്തിൽ എത്തി ഹജ്ജ് നിർവഹിക്കാൻ സാധിക്കുക എന്നുള്ളത്. അതവൻ്റെ ആഗ്രഹമായി അവൻ മനസ്സിൽ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ജിഹാദ് കഴിഞ്ഞാൽ ഏറ്റവും മഹത്തരമായ കർമ്മം എന്നത് ഹജ്ജാണ് എന്നാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ചോദിക്കപ്പെട്ടു, അല്ലെങ്കിൽ പ്രവാചകനോട് ഒരു സഹാബി വന്നുകൊണ്ട് ചോദിച്ചു, അയ്യുൽ അമലി അഫ്ളൽ, പ്രവാചകരെ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഏതാണ്? ഫഖാല ഈമാനു ബില്ലാഹി വ റസൂലിഹി, അള്ളാഹുവിലും അള്ളാഹുവിൻ്റെ പ്രവാചകനിലും വിശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും മഹത്തരമായ കർമ്മം എന്ന് പറയുന്നത്. ഖീല സുമ്മ മാദ, എന്നാൽ പ്രവാചകരെ അതിനു ശേഷം ഏതാണ്? ഖാല അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അത് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുക എന്നതാണ് രണ്ടാമതായി പ്രവാചകൻ പരിചയപ്പെടുത്തിയത്. ഖീല സുമ്മ മാദ, എന്നാൽ പ്രവാചകരെ അത് കഴിഞ്ഞാൽ എന്താണ്? ഖാല ഹജ്ജുൻ മബ്രൂർ, മബ്രൂറായ പുണ്യകരമായ ഒരു ഹജ്ജ് ചെയ്യുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഹജ്ജിനെ കുറിച്ച് നമുക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ഏറെ പുണ്യം ലഭിക്കുന്ന പ്രതിഫലാർഹമായ കർമ്മമാണ് ഹജ്ജ് എന്ന് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അൽ ഉംറത്തു ഇലൽ ഉംറ കഫാറത്തുൻ ലിമാ ബൈനഹുമ, ഒരു ഉംറ മുതൽ അടുത്ത ഉംറ വരെയുള്ള എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉംറയുടെ ഫലമായിക്കൊണ്ട് പുറത്തു നൽകും എന്നാണ്. വൽ ഹജ്ജുൽ മബ്രൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, എന്നാൽ ഒരു പുണ്യകരമായ ഹജ്ജാകട്ടെ, അള്ളാഹു സ്വീകരിക്കുന്ന ഒരു ഹജ്ജാകട്ടെ, അതിന് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലം നൽകാൻ ഇല്ല എന്നതാണ്. അപ്പോൾ ഹജ്ജിന് പ്രതിഫലമായി അള്ളാഹു വാഗ്ദത്തം ചെയ്യുന്നത് സ്വർഗമാണ്. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മൻ ഹജ്ജലില്ലാഹി ഫലം യർഫുസ് വലം യഫ്സുഖ്, ഹജ്ജിൽ സ്ഖലിതങ്ങളൊന്നും സംഭവിക്കാതെ, തെറ്റുകളൊന്നും സംഭവിക്കാതെ പൂർണ്ണമായ ഒരു ഹജ്ജ് നിർവഹിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം റജഅ കയൗമ വലത്തുഹു ഉമ്മു, അവൻ്റെ ഉമ്മ അവനെ പ്രസവിച്ച ദിവസം അവൻ എങ്ങനെ പാപസുരക്ഷിതനായിരുന്നോ അതുപോലെയാണ് അവൻ മടങ്ങി വരിക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നതായി കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് 3-ാം അധ്യായം സൂറ ആലു ഇമ്രാനിലെ 97-ാമത്തെ വചനം, വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല, അതുകൊണ്ട് കഴിവുള്ള ആളുകൾ, അതിന് സാധിക്കുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ ഗേഹത്തിലെത്തി ഹജ്ജ് നിർവഹിക്കണം എന്നാണ്. ഇത് ഇപ്പോൾ സൂചിപ്പിക്കാനുള്ള കാരണം, സർക്കാരിൻ്റെ സഹായത്തോടു കൂടി സർക്കാർ സംവിധാനം ഉപയോഗപ്പെടുത്തി ഹജ്ജ് ചെയ്യാനുള്ള അവസരം നമ്മുടെ നാട്ടിലുണ്ട്. അതിന് അപേക്ഷ നൽകേണ്ടുന്ന അവസാന തീയതി സെപ്റ്റംബർ 9-ആണ്. നമ്മളത് മനസ്സിലാക്കണം, നമ്മളത് അറിയുകയും വേണം. അതുകൊണ്ടാണ് മിമ്പറിൽ നിന്നുകൊണ്ട് തന്നെ ആ വിഷയം പറയുന്നത്. പലപ്പോഴും ഈ ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പലർക്കും ഇതിനെക്കുറിച്ചുള്ള വിവരം ലഭിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളതറിയണം. സെപ്റ്റംബർ 9-ന് മുൻപായി താല്പര്യമുള്ള ആളുകളെല്ലാം അപേക്ഷ കൊടുക്കണം. പലപ്പോഴും ഹജ്ജിനെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങുമ്പോൾ എല്ലാവരുടെയും മനസ്സ് പറയുന്നത്, ഇതെനിക്കുള്ളതല്ല എന്നാണ്. സക്കാത്തിനെ കൊണ്ട് പറയുന്നത് പോലെയാണ് ഹജ്ജിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോഴും. ആഗ്രഹമുണ്ടെങ്കിലും സക്കാത്തൊക്കെ കൊടുക്കണമെന്നും പിന്നെ അതിൻ്റെ പുണ്യം നേടണമെന്നും ആഗ്രഹമുണ്ട് എങ്കിലും പൈസ ചിലവുള്ള കാര്യമായതുകൊണ്ട് പലരും ആലോചിക്കാറുള്ളത് ഇത് എന്നെക്കുറിച്ചുള്ളതല്ല എന്ന് പറഞ്ഞ് അതിന് നേരെ അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കലാണ്. എന്നാൽ ഹജ്ജ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ആരെങ്കിലും ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അവൻ അതിൽ ധൃതി കൂട്ടണം എന്നാണ്, തിരക്ക് കൂട്ടണം. ഒരുപാട് വയസ്സായി സ്വന്തമായി തവാഫ് ചെയ്യാൻ കഴിയാത്ത ആ ഒരു അവസ്ഥയിൽ, സഈ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലല്ല മനുഷ്യൻ ഹജ്ജിന് പോകേണ്ടത്. നമുക്ക് സാധ്യമായി നമ്മൾ ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്ന അവസരത്തിൽ വേണം നമ്മൾ ഹജ്ജിന് പോകാൻ, അല്ലെങ്കിൽ ഹജ്ജ് ചെയ്യാൻ. അതുകൊണ്ട് അപേക്ഷ കൊടുക്കുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. സമ്പത്ത് എന്ന് പറയുന്നത് പടച്ചറബ് നൽകുന്നതാണ്. ആ ഒരു വിശ്വാസത്തോടു കൂടി അപേക്ഷ കൊടുക്കുക എല്ലാവരും, താല്പര്യമുള്ള ആളുകളൊക്കെ.
നമ്മുടെ ജീവിതത്തിൽ എത്രയെത്ര പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടായി. ഒരുപാട് പൈസ ആവശ്യം വന്ന എന്തോരം പ്രതിസന്ധി ഘട്ടങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായത്. മുൻപ് സ്വരൂപിച്ച് വെച്ചതിൽ നിന്നാണോ നമ്മൾ അതൊക്കെ ആ പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്തത്? അല്ല. ആ പ്രതിസന്ധി ഉണ്ടായ സമയത്ത് അള്ളാഹുവിൻ്റെ സഹായം കൊണ്ടൊരു വഴി തുറന്നു കിട്ടിയതാണ്. പിന്നെന്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്കുള്ള യാത്രക്ക്, ഇത്രയേറെ പുണ്യകരമായ ഒരു യാത്രക്ക് അങ്ങനെ ഒരു മനസ്സൊരുക്കം നമുക്ക് നടത്താൻ സാധിക്കാത്തത്? അതുകൊണ്ട് സഹോദരന്മാരോട്, സഹോദരിമാരോട് അഭ്യർത്ഥിക്കുവാനുള്ളത്, ഹജ്ജിന് താല്പര്യമുള്ള ആളുകൾ, ഇനി കഴിവുള്ളവരെന്നല്ല ഞാൻ പറഞ്ഞത്, താല്പര്യമുള്ള ആളുകൾ, ആരോഗ്യവും ഒക്കെ ഉള്ള സമയത്ത് അതിനു വേണ്ട ആഗ്രഹത്തോടു കൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അതിൻ്റെ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ഗേഹത്തിലെത്തി ആ പുണ്യം നിറഞ്ഞ പ്രതിഫലാർഹമായ ആ ഹജ്ജ് നിർവഹിച്ച് ഒരു ഉമ്മ പെറ്റ കുഞ്ഞിനെ പോലെ പാപസുരക്ഷിതരായി തിരിച്ചു വരാനുള്ള തൗഫീക്ക് നാഥൻ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാടുകളിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന അന്ധവിശ്വാസങ്ങളിൽ നിന്ന് ആദർശ ശുദ്ധി വരുത്തി യഥാർത്ഥ ആദർശത്തിൻ്റെ വക്താക്കളായി വിശുദ്ധ ഖുർആൻ മുറുകെ പിടിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം സ്വന്തം ജീവിതമാക്കി യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെട്ട് ജീവിക്കുവാനുള്ള തൗഫീക്ക് നാഥൻ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയുമുള്ള തെറ്റുകുറ്റങ്ങൾ നാഥൻ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, അവരുടെ രോഗങ്ങളെ അള്ളാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയ ആളുകൾ, അവരുടെ ഖബറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ പാപങ്ങളെ അള്ളാഹു പുറത്തുമാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മെയും അവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിൽ ഹജാത്ത് റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വ അജിർ വാലിദീനാ മിനൻ നാർ. അല്ലാഹു